നമസ്കാരം, നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. കെമിസ്ട്രിയുടെ 6ാമത്തെ ലെക്ചറാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ അവസാനം എയിംസിന് ചോദിച്ച ഒരു ചോദ്യം വരെ നിങ്ങൾ സോൾവ് ചെയ്തു. അത്രയും മിടുക്കന്മാരാണ് നിങ്ങൾ, അല്ലേ? അവിടെയാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എന്ത് പഠിച്ചു? റിലേറ്റീവ് അറ്റോമിക് മാസ് പഠിച്ചു. രണ്ടാമത്തത് എന്ത് പഠിച്ചു? അബ്സല്യൂട്ട് അറ്റോമിക് മാസ് പഠിച്ചു. അപ്പോൾ അബ്സല്യൂട്ട് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് AB ആയിരിക്കും. എ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓക്കെ. പക്ഷെ പീരിയോഡിക് ടേബിളിലേക്ക് പോയപ്പോഴാണ് ചില കുട്ടികൾക്കൊരു സംശയം വരുന്നത്. പീരിയോഡിക് ടേബിളിൽ നോക്കിയപ്പോൾ ഹൈഡ്രജനെ കാണുന്നത് ഹൈഡ്രജൻ 1 എന്നൊന്നുമല്ല, 1.008 എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് അറിയാവുന്ന ക്ലോറിൻ 35 എന്നൊന്നുമല്ല കാണുന്നത്. എത്രയാണ്? 35.5 എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് അറ്റോമിക് മാസ് നോക്കുമ്പോൾ ഒരു ഹോൾ നമ്പർ അല്ല കാണുന്നത്. എന്ന് വെച്ചാൽ എ ഒരു ഹോൾ നമ്പർ അല്ല എന്നാണ് അർത്ഥം. എ ഒരു ഹോൾ നമ്പർ അല്ല എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഹോൾ നമ്പർ അല്ലാതിരിക്കോ? ഇല്ല, അതെപ്പോഴും ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് അറ്റോമിക് മാസ് വരുമ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുന്നു? അതിന്റെ കാര്യവും കാരണവും എന്താണ്? സോ ടുഡേസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഫ്രാക്ഷൻസ് ആർ ദേർ ഇൻ ദി അറ്റോമിക് മാസ്? നമ്മൾ അറ്റോമിക് മാസ് ന്യൂട്രോൺസ് പ്ലസ് പ്രോട്ടോൺസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ന്യൂട്രോൺസ് പ്ലസ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഒരു പൂർണ്ണസംഖ്യയായിരിക്കും, ഹോൾ നമ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ ഒരിക്കലും പൂർണ്ണസംഖ്യകളല്ല കാണുന്നത്. പല വ്യത്യസ്ത തരം ഫ്രാക്ഷനുള്ള നമ്പറുകളാണ് അറ്റോമിക് മാസിലെടുത്ത് കാണുന്നത്. എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഉത്തരേ ഉള്ളൂ. ഈ പറയുന്ന ആറ്റങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? ഐസോടോപ്സ് ഉണ്ടാവും. ഞാൻ പ്രകൃതിയിലുള്ള ക്ലോറിന്റെ വ്യത്യസ്ത തരം ആറ്റങ്ങൾ എടുത്ത് പരിശോധിച്ചു. നോക്കുമ്പോൾ ക്ലോറിൻ 35 എന്ന് പറയുന്ന ഒരു ഐസോടോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് പ്രോട്ടോൺസ് എത്ര തന്നെയാണ്? 35 തന്നെയാണ്. ദിസ് ഈസ് എ ഹോൾ നമ്പർ. അതേപോലെ ക്ലോറിൻ എന്തുണ്ട്? 37 എന്ന് കാണുന്നുണ്ട്. ഇതിന്റെ ന്യൂട്രോൺസ് പ്ലസ് പ്രോട്ടോൺസ് എത്ര തന്നെ? 37 തന്നെ. അപ്പൊ ക്ലോറിന് 2 വ്യത്യസ്ത തരം ആറ്റങ്ങളെ കാണുന്നുണ്ട്. 35 ന്യൂക്ലിയോൺസുകളുള്ള ക്ലോറിൻ 35 ഐസോടോപ്സ് ഉണ്ട്. 37 ന്യൂക്ലിയോൺസ് ഉള്ള ക്ലോറിൻ 37 ഐസോടോപ്പ് ഉണ്ട്. അപ്പൊ ഞാനിനി ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഈ 2 പേരെയും എന്ത് ചെയ്യണം? പരിഗണിക്കണം. ക്ലോറിന്റെ അറ്റോമിക് മാസ് എത്ര? ക്ലോറിൻ 35 എന്ന് പറഞ്ഞാൽ, പൊതുവായി പറഞ്ഞാൽ ആര് വന്ന് സമരം ചെയ്യും? ക്ലോറിൻ 37 വന്ന് സമരം ചെയ്യും? പറ്റൂല. ഇനി ക്ലോറിൻ എന്നാ പിന്നെ പോട്ടെ, ക്ലോറിൻ 37 എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കില്ല? 37 മാത്രമല്ല, ഞങ്ങളുണ്ട്, ക്ലോറിൻ 35 ഉണ്ട് എന്ന് ആര് പറയും? ക്ലോറിൻ 35 പറയും. അങ്ങനെ ഐസോടോപ്പുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ എടുക്കുന്ന രീതി ഇതിന്റെ 2ന്റെയും കൂടി ആവറേജ് അങ്ങ് എടുക്കും. വെറുതെ ആവറേജ് എടുത്താൽ പോരാ, അത് ഓരോന്നും എത്ര ഉണ്ട് എന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് എടുക്കും. ഇപ്പോൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ, നമ്മുടെ നാച്ചുറൽ നോക്കുമ്പോൾ എപ്പോഴും എടുത്ത് നോക്കിയാൽ ക്ലോറിൻ 35 3 ഉണ്ട് എങ്കിൽ ക്ലോറിൻ 37 എത്ര എണ്ണേ കാണുന്നുള്ളൂ? 1 കാണുന്നുള്ളൂ. സോ ദീസ് 2 ഐസോടോപ്സ് ആർ പ്രസന്റ് ഇൻ 3:1 റേഷ്യോ. 4 ക്ലോറിൻ ആറ്റം എടുത്താൽ 3 എണ്ണം 35 മാസ് ഉള്ളതും 1 എത്രയായിരിക്കും? 37 മാസ് ഉള്ളതായിരിക്കും. അപ്പൊ ഇതിന്റെ ആവറേജ് എങ്ങനെ എടുക്കുക? ഇതിന്റെ മൊത്തം മാസ് എടുത്ത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ സാമ്പിൾ എടുത്താൽ മൊത്തം മാസ് എനിക്ക് എത്ര പറയാം? 35 × 3 പ്ലസ് 37 × 1 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. ഇത് സാധാരണ അറ്റോമിക് മാസ് അല്ല, നമ്മൾ എന്താ വിളിക്കുക? ആവറേജ് അറ്റോമിക് മാസ്. If more than one isotopes are present for an atom or element, we will take the average isotope. എങ്ങനെയാണ് ആവറേജ് ഐസോടോപ്പ് എടുക്കുക? ടോട്ടൽ മാസ് ഓഫ് സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ടോട്ടൽ മാസ് ഓഫ് സാമ്പിൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. റെഡി? എൻ്റെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. എക്സ് 98 ഉണ്ട്, എക്സ് 100 ഉണ്ട്. ഇത് കാണുന്നത് 80%,
ഇത് കാണുന്നത് എത്രയാണ്? 20%. അപ്പോൾ എനിക്ക് ഇതിന്റെ എ ആവറേജ് എടുക്കാം. എ ആവറേജ് വിൽ ബി ഈക്വൽ ടു 98 എത്ര എണ്ണം കാണുന്നുണ്ട്? 80 കാണുന്നുണ്ട്. ശരി, 100 എത്ര എണ്ണം കാണുന്നുണ്ട്? 20 എണ്ണം കാണുന്നുണ്ട്. ഇതാണ് ടോട്ടൽ മാസ് ഓഫ് ദി സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. എത്രയാണ്? 100 ആണ്. ടോട്ടൽ മാസ് ഓഫ് ദ സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 98 ഇൻറ്റു 20, 16, 1 ബാക്കി 9, 16. സോറി, കണക്ക് കൂട്ടാനൊക്കെ മറന്നു പോയി. 8 8 64, 6 ബാക്കി 9 8 72, 6 78 പ്ലസ് 100 ഇൻറ്റു 20 നമുക്കറിയാം എത്രയാണ്? 2000 ആണ്. Divided by 100. So this will be equal to 9840 divided by 100, and that will be equal to 98.4 ആയിരിക്കും ഇതിന്റെ എന്ത്? ആവറേജ് അറ്റോമിക് മാസ്. അപ്പോ എനിക്ക് എന്ത് കാണാം? ആവറേജ് അറ്റോമിക് മാസ് കാണാം. എൻ്റെ അടുത്ത് A1 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ എണ്ണം x1 ആണ്. A2 എന്ന് പറയുന്ന സാധനമുണ്ട്, അതിന്റെ എന്താണ്? x2 ആണ്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എ ആവറേജിന് പറയുന്ന ഫോർമുല എന്താണ്? ടോട്ടൽ മാസ് of the sample divided by total number of atoms. Total mass of the sample divided by total number of atoms. ഇനി ടോട്ടൽ മാസ് എങ്ങനെയാ ഞാൻ കാണുക? ആദ്യത്തതിന്റെ മാസ് A1 ആണ്. അങ്ങനെയുള്ളതിന് എന്തുണ്ട്? x1 എണ്ണുണ്ട്. അടുത്ത എന്താണ്? A2 ആണ്. അതിന്റെ എണ്ണം എത്രയാണ്? x2 ഉണ്ട്. ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2. ഇതിനെ മാത്തമെറ്റിക്കലി ഇങ്ങനെയാണ് കാണുന്നത്. ഇതിന് മാത്തമെറ്റിക്കലി സമ്മ് കാണുന്നതിന് നമ്മളൊരു സിമ്പിൾ ഇടും, സിഗ്മ. സം ചെയ്യണം. ഏതിൻ്റെയൊക്കെയാണ്? ഒന്നിന്റെ മാസ് ഇൻറ്റു അതിന്റെ നമ്പർ, അടുത്തതിന്റെ മാസ് ഇൻറ്റു അടുത്തതിന്റെ നമ്പർ. ഈ ഒന്നിന്റെ മാസ് ഇൻറ്റു നമ്പർ എന്നുള്ള ടേമുകളുടെ സമ്മ് കാണണം. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സിഗ്മ AI XI. ഒന്നിന്റെ മാസ് ഇൻറ്റു അതിന്റെ എണ്ണം, അപ്പോൾ 1 കൊടുക്കുക, പ്ലസ് A2 ഇൻറ്റു x2 പ്ലസ് A3 ഇൻറ്റു x3 പ്ലസ് എന്ന് പറഞ്ഞ് അങ്ങനെ എത്ര ടേമുകളുണ്ടോ അത് മുഴുവൻ ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? ഈ x1 x2 x3 ഒക്കെ ആഡ് ചെയ്യണം. സിഗ്മ എനിക്ക് എന്ത് പറയാം? XI എന്ന് പറയാം. ഇതാണ് എന്തിന്റെ ഫോർമുല? ആവറേജ് അറ്റോമിക് മാസിന്റെ ഫോർമുല. ഇറ്റ് ഈസ് ദ ഫോർമുല ഓഫ് ആവറേജ് അറ്റോമിക് മാസ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇതാ ഇവിടെ വെച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പല ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് എടുത്തു നോക്കിയാൽ ഫ്രാക്ഷൻസ് കാണുന്നു, ഹോൾ നമ്പർ അല്ല കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാ ഫ്രാക്ഷൻസ് വരുന്നത്? ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഐസോടോപ്സ്. If more than one isotopes are present for an atom, then we will take the average atomic mass. And average atomic mass is equal to, നമ്മൾ എന്താ പറഞ്ഞത്? Total mass of the sample divided by total number of atoms. അത് A1 x1 A2 x2 ആണെങ്കിൽ A1 x1 plus A2 x2 divided by x1 plus x2 എന്നാണ്. അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിലോ A1 x1 plus A2 x2 plus A3 x3 divided by x1 plus x2 plus x3. 4 ഐസോടോപ്പ് ഉണ്ടെങ്കിലോ A1 x1 plus A2 x2 plus A3 x3 plus A4 x4 divided by x1 plus x2 plus x3 plus x4. The total mass of the sample divided by total number of atoms. മാത്തമെറ്റിക്കലി അതിനെ ഇങ്ങനെ പോവും. എന്നിട്ട് നമ്മൾ അതിന് ഈ 2 എക്സാമ്പിളുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് ദി ഹെഡിങ്. എന്താണ്? Average atomic mass. You can write the heading what? Average you can write the heading average atomic mass.
In the periodic table, in the periodic table, atomic mass of atoms are shown as fractions. Bracket not whole numbers. This is due to the presence of isotopes. If more than one isotope are present for an atom, we will take average atomic mass. Average atomic mass is equal to A average is equal to total mass of the sample divided by total number of atoms. Example, let x1 and x2 be the number of atoms of isotopes of an element A, number of atoms of isotopes of an element A with atomic mass A1 and A2. എന്ന് വെച്ചാൽ എന്താ, എ എന്ന് പറയുന്ന എലമെന്റിന് രണ്ട് ഐസോട്ടോപ്പുകളുണ്ട്, A1 ഉം A2 ഉം മാസ്സുള്ള രണ്ട് ഐസോട്ടോപ്പുകളുണ്ട്. അതിന്റെ നമ്പർ എത്രയാണ്? x1 ഉം x2 ഉമാണ്. Then A average is equal to A1 x1 plus A2 x2 divided by x1 plus x2 Mathematically, it can be represented as sigma ai xi divided by sigma xi. വേണമെങ്കിൽ നിങ്ങൾ സൈഡിൽ നോട്ടിൽ കത്തിച്ചോ, സിഗ്മ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സമ്മ് കാണുക എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. നമുക്ക് ഇനി ഇതിലെ എന്ത് ചെയ്തു നോക്കാം? പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ആവറേജ് അറ്റോമിക്സിലെ പ്രോബ്ലംസ് ആണ്. സോ വി ക്യാൻ ഡു ദി പ്രോബ്ലം. Chlorine 35 and chlorine 37 isotopes are present in 3:1 ratio. Find the average atomic mass of chlorine. ഇതാണ് ചോദ്യം. Question 1.
ചെയ് വേഗം. ഫൈൻഡ് ദി ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ഫോർമുല എഴുതാം. എന്താ ഫോർമുല? എ ആവറേജ് ഈസ് ഈക്വൽ ടു A1x1 plus A2x2 divided by x1 plus x2 എന്ന് വെച്ചാൽ 35 ഉള്ള എത്ര ഉണ്ട്? 3 പ്ലസ് 37 ഉള്ള എത്ര ഉണ്ട്? 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 എന്ന് വെച്ചാൽ 105 പ്ലസ് 37 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 142 ഡിവൈഡഡ് ബൈ 4 ചെയ്ത എത്ര കിട്ടും? 35.5 ചെയ്തു. Okay, next question. The percentage abundance വെച്ചാൽ occur ചെയ്യുന്നതിന്റെ അളവ് of X63 and X64 are 80% and 20% respectively. Find the A average of X. Find the A average of X. Find the A average of X. ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ ഫോർമുല എന്താണ്? A average is equal to A1x1 plus A2x2 divided by x1 plus x2. 80% and 20%. അങ്ങനെയാണെങ്കിൽ മൊത്തം 100 എടുത്താൽ 80 20 അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? 63 into 80 plus 64 into 20 divided by 80 plus 20 ചെയ്താൽ 3 24 2 ബാക്കി 48 2 50 ഒരു 0 ബാക്കിയുണ്ട്. 128 0 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 6 3 2 0 ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ എത്രയാണ്? 63.2 എന്ന് വെച്ചാൽ എത്രയാണ്? 63.2. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ 10 ഉള്ളതാണ് എങ്കിൽ പോലും ഇതൊക്കെയാണ് എൻട്രൻസിൽ വരുന്ന ചോദ്യങ്ങൾ. അടുത്ത ചെറിയൊരു വ്യത്യാസമുള്ള ചോദ്യം. അങ്ങനെ എളുപ്പമുള്ള ചോദ്യം മാത്രം പോരാലോ, കുറച്ച് നിങ്ങളെ ബുദ്ധിയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റണം. എഴുതിക്കോ. Q3 average atomic mass of an element X which has two isotopes X98 and X100 is 98.8. Find the ratio of X98 and X100. ഇവിടെ ആവറേജ് അറ്റോമിക് മാസ് തന്നു. എന്നിട്ട് നിങ്ങളോട് എന്ത് കാണാൻ പറഞ്ഞു? ഇതിന്റെ റേഷ്യോ കാണാൻ പറഞ്ഞു. ഈ ചോദ്യത്തിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണം. പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് ആദ്യം വേണ്ടത് ചോദ്യം എന്താണ് എന്ന് എന്ത് ചെയ്യലാണ്? മനസ്സിലാക്കലാണ്. ഓക്കെ, average atomic mass of an element X which has two isotopes. എത്ര? X98 ഉണ്ട്, X100 ഉണ്ട്. അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് എത്രയാണ്? 98.8 ആണ്. അങ്ങനെയാണെങ്കിൽ X98ന്റെയും X100ന്റെയും റേഷ്യോ എത്രയാണ് എന്നാണ് ചോദ്യം. വേഗം ചെയ്തു.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ തന്നെ എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, എ ആവറേജ് ഈസ് ഈക്വൽ ടു സോറി പിന്നീട് പോയി എ ആവറേജ് ഈസ് ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 ആണ് നമ്മുടെ ഫോർമുല. ഞാൻ എക്സിന് എക്സ് എന്നും x1ന് എക്സ് എന്നും x2ന് എന്ത് കൊടുക്കുന്നു, y എന്ന് കൊടുക്കുന്നു. നമുക്ക് എക്സ് ഈസ് ടു വൈ ആ കാണേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് പറയാം, 98.8 ഈസ് ഈക്വൽ ടു 98 into x plus 100 into y divided by x plus y. ഞാൻ എന്താ ചെയ്തത്, 98 മാസമുള്ള എണ്ണം x എന്ന് എടുത്തു, 100 ഉള്ളതിന്റെ മാസ് എത്ര എന്ന് എടുത്തു, y എന്ന് എടുത്തു. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് എന്ത് വരും, 98x plus 100y divided by x plus y. എങ്ങനെ, ടോട്ടൽ മാസ് ഓഫ് ദ സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 98.8x പ്ലസ് 98.8y. അതെന്ത് ചെയ്തു, എക്സ് പ്ലസ് വൈ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഈസ് ഈക്വൽ ടു 98x പ്ലസ് 100y. ഞാൻ എന്ത് ചെയ്യുന്നു, y എല്ലാം ഒരേ ഭാഗത്തേക്ക് എടുക്കും, എക്സ് ഒക്കെ എന്ത് ചെയ്യും, ഒരേ ഭാഗത്തേക്ക് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും, ഇതിങ്ങോട്ട് എടുത്താൽ 0.8x ഈസ് ഈക്വൽ ടു, ഇതിങ്ങോട്ട് എടുത്താൽ എത്ര കിട്ടും, 1.2y. എനിക്ക് എക്സ് ബൈ വൈ ആണ് കാണേണ്ടത്. അപ്പൊ ഇതിങ്ങോട്ട് എടുത്തു, 1.2 ഡിവൈഡഡ് ബൈ 0.8 എന്ന് വെച്ചാൽ എത്രയാണ്, 3:2. അപ്പൊ എക്സിന്റെയും വൈന്റെയും റേഷ്യോ അല്ലെങ്കിൽ x 98ന്റെയും x 100ന്റെയും ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ റേഷ്യോ എത്രയാണ്, 3:2. ഇച്ചിരി വലിയ പ്രോബ്ലം ആണ്. എന്ത് ചെയ്യുക, നോക്കി നിങ്ങളൊന്ന് ചെയ്യുക. ചോദ്യമുണ്ട്, ഇത് ചെയ്ത സ്റ്റെപ്പുകളൊന്ന് നോക്കുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. മൊത്തം ഇന്നത്തെ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, പല ആറ്റങ്ങൾക്കും ഇങ്ങനെ ഫ്രാക്ഷൻ നമ്പർ കാണും. സാധാരണ എക്സ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്, ഇറ്റ് മസ്റ്റ് ബി എ ഹോൾ നമ്പർ. പക്ഷേ റിയൽ ലൈഫിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആണ് കാണുന്നത്. കാരണം ഇതിന് എന്തുള്ളതാണ്, ഐസോടോപ്സ് ഉള്ളതാണ്. ഒരു സിംഗിൾ ആറ്റം നോക്കിയാൽ എപ്പോഴും അതിന്റെ നമ്പർ എപ്പോഴും എന്തായിരിക്കും, ഹോൾ നമ്പർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഐസോടോപ്പുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിന്റെ എന്തെടുക്കേണ്ടി വരുന്നു, ആവറേജ് എടുക്കേണ്ടി വന്നു. ക്ലോറിൻ 35 37 ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ആവറേജ് എടുക്കേണ്ടി വരും. എക്സ് 98 100 ഉള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ആവറേജ് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ്, ഐസോടോപ്സുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്തെടുക്കണം, ആവറേജ് എടുക്കണം. എങ്ങനെയാ ആവറേജ് അറ്റോമിക് മാസ് കാണുക, ടോട്ടൽ മാസ് ഓഫ് ദി സാമ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക, ആവറേജ് കാണുക. അതിന്റെ ഫോർമുല a1 x1 പ്ലസ് a2 x2 ഡിവൈഡഡ് ബൈ എന്താണ്, x1 പ്ലസ് x2 ആണ്. ഈ ഫോർമുല ഉണ്ട്, പ്ലസ് 1 ഉണ്ട്, അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. സിഗ്മ എ ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ. സിഗ്മ എന്ന് വെച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, സം ഓഫ് എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. സം ഓഫ് എന്നുള്ളത് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. റെഡി? ഇനി നമ്മൾ ഇതിന്റെ 3 ചോദ്യങ്ങൾ ചെയ്ത് ചോദ്യങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരേ കാര്യം ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മാസ്റ്ററായി മാറും. കെമിസ്ട്രിയിലെ പ്രോബ്ലംസിന്റെ മാസ്റ്റർ ആണെങ്കിൽ ഒരേപോലത്തെ പ്രോബ്ലം അല്ലെങ്കിൽ വ്യത്യസ്ത തരം പ്രോബ്ലങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവാനുണ്ട്, നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവാനുണ്ട്. അങ്ങനെ ഇൻസൈറ്റ് ഉള്ള കുട്ടികളായി നിങ്ങൾ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാറട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ ലെക്ചർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് മീ JD സൈനിങ് ഓഫ്. താങ്ക് യു.